കയ്യിൽ നിന്ന് പിടിവിട്ട് പോയത് അറിഞ്ഞില്ല, സോറി. അവൻ്റെ നോട്ടം കണ്ട് മീര വെളുക്കനെ ചിരിച്ച് കാണിച്ചു. ഈളിക്കുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊക്കെ വലിച്ചു വെച്ചിട്ട് ബൈക്കിൽ വരുന്ന റിസ്ക് ആണെന്ന്. ഇപ്പൊ അവൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായേനെ? അർജുൻ ചൂടായി. അതിനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. അവൾ ചുണ്ടൊന്ന് ചുളുക്കി. ഓഹോ, അവ പറ്റാണ്ടാണ് ഇപ്പൊ വിഷമല്ലേ? അർജുൻ പല്ല് കടിച്ചു. അവൾ നിഷ്കളങ്കമായി അങ്ങനെ നിന്നു. ഇങ്ങനൊരു ആക്സിഡന്റ് നേരിൽ കണ്ടതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സ്വയം ആരോ ആണെന്നുള്ള വിചാരല്ലേ? അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാനിനി സൂക്ഷിച്ചിരുന്നോളാം, സോറി. അവൾ വളരെ താഴ്മയോടെ പറഞ്ഞു. ഇനി അധികം ദൂരെല്ലാം ഓർത്തുകൊണ്ട് കടുപ്പത്തിൽ അവനൊന്ന് മൂളി. അതോടെ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ച് അവൾ അവൻ്റെ ബൈക്കിൻ്റെ പിന്നിലേക്ക് ചാടി കയറി. അതവൻ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് മുൻകൂട്ടി ബാലൻസ് ചെയ്ത് ബൈക്ക് മുന്നോട്ടെടുത്തു. അതോടെ തോളിൽ വെച്ച് അവളുടെ കൈ അവൾ അവൻ്റെ വയറിന് കുറുകെ വെച്ച് മുറുകെ പിടിച്ചുകൊണ്ട് അവനെ മുട്ടിയിരുന്നിരുന്നു. അതേറെ ഇഷ്ടപ്പെട്ടതുപോലെ അവൻ്റെ മുഖമൊന്ന് തെളിഞ്ഞു. ചുണ്ടിൽ നല്ലൊരു ചിരി സ്ഥാനം പിടിച്ചു. തനിക്ക് പിറകിൽ ഇരുന്നുള്ള യാത്ര ആസ്വദിക്കുന്ന മീരയും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ മിററിൽ കൂടി നോക്കി കണ്ടു. ബൈക്ക് മനോജിന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടു നിർത്തുമ്പോൾ തന്നെ അവൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവരെത്തിയോ? ചാടി ഇറങ്ങിയ മീരയ്ക്ക് പിറകെ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അർജുൻ തിരക്കി. ഇല്ലടാ, അവരെത്താറായെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നീ വാ, അവൻ അകത്തുണ്ട്. വാ മോളെ. അവനെയും വിളിച്ച് മീരയുടെ കയ്യിൽ പിടിച്ച് ഉഷ വീടിനുള്ളിലേക്ക് കയറി. അതേസമയം തന്നെ ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് മനോജ് ഹാളിലേക്ക് വന്നു. ആ, നീ വന്നോ? അർജുനെ കണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് അമ്മക്കൊപ്പം വരുന്ന മീരയെ അവൻ കാണുന്നത്. അവളെ കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു കൊടുത്തു. മുഖാമുഖം ഒരു കണ്ടുമുട്ടൽ ഇത് ആദ്യമായാണ്. അർജുനിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ള മീരയുടെ നീരസം മാത്രമായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോൾ ഇരുവരെയും ഒന്നിച്ച് കാണുമ്പോൾ അവളെ നോക്കി പുഞ്ചിരിക്കാതിരിക്കാൻ അവന് കഴിയുന്നില്ല. അർജുൻ്റെ മുഖത്തെ സന്തോഷം മീരയോടുണ്ടായിരുന്ന നീരസം മുഴുവനും മായിച്ച് കളഞ്ഞിരുന്നു. ഡാ മനുവേ, ഇതാരാന്ന് നോക്കിയേ. പുറത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നേ. മീരയെ നോക്കിക്കൊണ്ട് ഉഷ പറഞ്ഞു. മീര മനോജിനെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. ഇതാണ് മനോജ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലെങ്കിലും അവർ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ആയതുകൊണ്ട് അർജുൻ അവൾക്ക് മനോജിനെ പരിചയപ്പെടുത്തി. നിങ്ങൾ ഇരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. അർജുൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് മുഷ കിച്ചണിലേക്ക് നടന്നു. അപ്പോൾ ഇയാളാണ് എൻ്റെ അച്ഛൻ എരിപിരി കയറ്റി എനിക്കെതിരെ തിരിച്ചതല്ലേ? മീര മനോജിനെ സൂക്ഷിച്ചിട്ട് നോക്കി. മനോജ് അർജുനെ നോക്കി. ഇവൻ്റെ സങ്കടം കണ്ടപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ പെങ്ങളെ. അവൻ ചിരിയോടെ പറഞ്ഞു. മീര അവൻ അടിമുടി നോക്കി. ഇങ്ങനെ നോക്കാൻ മാത്രം ഇല്ലാത്തതൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഉള്ളു എന്ന് തന്നെയല്ലേ? അത് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ രണ്ടാൾ സന്തോഷത്തോടെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ? കുഞ്ഞൊരു ചിരിയോടെ മനോജ് പറഞ്ഞു. അതിൽ പിന്നെ അച്ഛൻ എന്നോട് മിണ്ടിയിട്ടില്ല. മിണ്ടും കുറ്റപ്പെടുത്താനായിട്ട്. അവൾ പരിഭവിച്ചു. ഞാൻ അപ്പോൾ എൻ്റെ സങ്കടം മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ ഈ മാറ്റം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ലോ. 2 വർഷം വരെ ഒന്നും ആരും വെയിറ്റ് ചെയ്യില്ല. ഇവൻ വെയിറ്റ് ചെയ്തെങ്കിൽ അത് ഇവൻ്റെ മര്യാദ. അപ്പം ആ മര്യാദ മുതലെടുക്കുന്നത് ശരിയല്ലല്ലോ. താൻ അടുക്കാതിരുന്നത് പോട്ടെ, പക്ഷെ അടുക്കാൻ ശ്രമിച്ചവന് 2 വർഷം അകറ്റി നിർത്തി എന്നൊക്കെ പറയുമ്പോൾ മീര തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ന്യായം തന്നെ ഭാഗത്തുണ്ടോന്ന് മനോജ് പറഞ്ഞു. മീര അർജുനെ നോക്കി. അർജുൻ മതിയാക്കടാന്ന് അവനോട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, മനോജിനെ കൊണ്ട് താനിതൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണെന്ന് അവൾ ചിന്തിക്കുമോ എന്നൊരു ആശങ്കയും. മീരയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. മനോജിന്റെ സംസാരം അവൾ അസ്വസ്ഥയാക്കുന്നു. അർജുൻ ആദ്യമേ തന്നോട് ഇതൊക്കെ നേരിട്ട് പറയാമായിരുന്നില്ല എന്നൊരു ഭാവം അവളിൽ ഉള്ളിലെടുത്തു. ഫ്രണ്ട്സുമായി തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഒന്നുവിടാതെ അവൻ ഷെയർ ചെയ്തിരുന്നത് അവളെ വീണ്ടും വീണ്ടും അസ്വസ്ഥയാക്കുന്നു. തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായി വന്നിട്ടും വീണ്ടും വീണ്ടും തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുന്ന അവൻ്റെ രീതി അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മനോജ് അതൊന്നും ചിന്തിച്ചിരുന്നില്ല. ഒരിക്കൽ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്ന് കരുതിയ കാര്യങ്ങൾ നേരിൽ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒപ്പം തൻ്റെ കൂട്ടുകാരൻ്റെ നല്ല മനസ്സൊന്നും അറിയിക്കണമെന്ന് കരുതി. മീരയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം പെട്ടെന്ന് ഇല്ലാതായതുപോലെ. പക്ഷേ തെറ്റ് തൻ്റെ ഭാഗത്തായതുകൊണ്ടൊന്നും പറയാനും വയ്യ. അവരെത്താറായെന്ന് നിൻ്റെ അമ്മ പറഞ്ഞല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ, വഴിയെങ്ങാനും തെറ്റിയെങ്കിലോ? മീരയുടെ മുഖഭാവം കണ്ട് അർജുൻ വിഷയം മാറ്റി. ഏയ്, വഴി തെറ്റാൻ ചാൻസ് ഇല്ല, ബ്രോക്കർ കൂടിയുണ്ട്. അവനും അത് വിട്ട് മറുപടി പറഞ്ഞു. അതോടെ മീര ഉഷയെ തിരിഞ്ഞെന്ന പോലെ കിച്ചണിലേക്ക് നടന്നു. അതൊക്കെ കഴിഞ്ഞതല്ലേടാ, വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അവൾ എങ്ങനെയെന്ന് മാത്രം നോക്കിയാൽ പോരെ. അവളങ്ങ് പോയതും അർജുൻ പറഞ്ഞു. വേണമെന്ന് വെച്ച് പറഞ്ഞതല്ലടാ, പറഞ്ഞു വന്ന ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. മനോജ് തലചൊറിഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് അർജുനൊന്ന് മൂളിയതേ ഉള്ളൂ.
അപ്പോഴേക്കും അർജുനായുള്ള ജ്യൂസുമായി ഉഷ അവിടേക്ക് വന്നു. പിറകെ വരുന്ന മീരയുടെ കയ്യിലുണ്ട് ഒരു ജ്യൂസ് ഗ്ലാസ്. ജ്യൂസ് കുടിക്കുന്നതിലാണ് അവളുടെ ശ്രദ്ധ. മറ്റാരെയും അവൾ നോക്കുന്നില്ല. മനോജ് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ പോലും അവൾക്കത് കൊള്ളേണ്ടത് തന്നെ കൊണ്ടു. അർജുൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ താനെന്ന ഭാര്യ ഒരു പരാജയമായെന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലായ്മ. അവളിൽ ആ മാറ്റം അർജുന് പെട്ടെന്ന് മനസ്സിലായി. അവൻ മനോജിനെ ചേർന്നെന്ന് നോക്കി. അവളൊന്ന് അടുത്ത് വരുമായിരുന്നു. മനോജിനെ കേൾക്കാൻ പാകത്തിൽ അവൻ പറഞ്ഞു. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നൊരു മട്ടിൽ മനോജൊന്നും നോക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവരങ്ങനെ ജ്യൂസ് കുടിച്ച് നിൽക്കുമ്പോഴുണ്ട് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. അതോടെ ഗ്ലാസ് മീരയെ ഏൽപ്പിച്ചുകൊണ്ട് അർജുൻ മനോജിനൊപ്പം പുറത്തേക്ക് ചെന്നു. മീരയിൽ നിന്ന് ഗ്ലാസ് വാങ്ങാൻ പോയ ഉഷയെ തടഞ്ഞുകൊണ്ട് അവൾ ഗ്ലാസുമായി ധൃതിയിൽ കിച്ചണിലേക്ക് നടന്നു. ഗ്ലാസ് കഴുകി വെച്ച് അവളും ഉഷക്കൊപ്പം ചെന്ന് നിന്നു. പരിചയമില്ലാത്തടുത്ത് അങ്ങനെ വന്ന് നിൽക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അവൾക്കുണ്ട്. അർജുൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായത് കൊണ്ടും അവർക്ക് പറയത്തക്ക ബന്ധുക്കൾ ഇല്ലാത്തത് കൊണ്ടുമാണ് വന്നത്. പിന്നെ അർജുനൊപ്പം ഒന്നിച്ചു പോകാനുള്ള അവസരം കൂടി ആയിരുന്നല്ലോ. അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കാതെ ചാടി കയറി പോകുന്നത്. പക്ഷേ ഇവിടെ വന്നതോടെ മനസ്സസ്വസ്ഥമായി. ഉഷ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടെങ്കിലും എന്തോ ഒരു വല്ലായ്മ. വന്നവരൊക്കെ ഹാളിലേക്ക് കയറിയിരിക്കുന്നത് നോക്കി മീര ഉഷക്കൊപ്പം കിച്ചണിലേക്ക് നടന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നും തിരിഞ്ഞ മീര ഉഷ ചായ പകത്തിയ കപ്പുകളിലേക്ക് നോക്കി നിന്നു. അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരുമോ മോളെ? ചായ ട്രേയിലെടുത്ത് നടന്നുകൊണ്ട് ഉഷ അവളോട് ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ പലഹാരങ്ങളെടുത്ത് പിന്നാലെ ചെന്നു. വന്നവർക്ക് മുന്നിൽ ചായയും പലഹാരങ്ങളും നിമിഷനേരം കൊണ്ട് നിറഞ്ഞു. ബ്രോക്കർ എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുത്തുകയാണ്. വന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛനും ആങ്ങളെയും അമ്മാവന്മാരുമാണ്. കുട്ടിയുടെ പേര് ശ്രുതി. LP സ്കൂൾ ടീച്ചറാണ്. വയസ്സ് 25. ശ്രുതിയുടെ അച്ഛന് വില്ലേജ് ഓഫീസിലായിരുന്നു ജോലി. ഇപ്പോൾ വിരമിച്ചിട്ട് 2 കൊല്ലമായി. ആങ്ങള ബാങ്ക് ഉദ്യോഗസ്ഥനും. അത്യാവശ്യം നല്ല കുടുംബ പശ്ചാത്തലവും. പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ആദ്യം പയ്യനൊന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെടണമായിരുന്നു. അതിനു വേണ്ടിയുള്ള വരവായിരുന്നത്. വന്നവർക്ക് മുന്നിൽ അർജുനാണ് മനോജിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. 2 മാസത്തെ ലീവിനാണ് മനോജ് വന്നത്. അതും അവൻ അവരോട് പറയുന്നുണ്ട്. ഉഷ അർജുനൊപ്പം മീരയും വന്നവർക്ക് പരിചയപ്പെടുത്തി. പെണ്ണിൻ്റെ ആങ്ങള ശ്രീഹരി മനോജുമായി കുറച്ചു നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. പോകാൻ നേരം എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു ദിവസം പറഞ്ഞാലേ കയ്യോടെ പെണ്ണ് കാണലങ്ങ് നടത്തിയേക്കാം. എന്തേ? പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവന്മാരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം ബ്രോക്കർ പറഞ്ഞു. അത് കേട്ട് ഉഷയുടെ മുഖത്ത് പൂർണ്ണചന്ദ്രൻ്റെ ശോഭ. അവർ സമ്മതത്തിനായി മകനെ ഒന്ന് നോക്കി. ഞങ്ങൾക്ക് നാളെ ആയാലും സൗകര്യം തന്നെയാ. പിന്നെ മക്കൾക്ക് 2 ആൾക്ക് ലീവുള്ള ദിവസം നോക്കി വരുന്നതല്ലേ നല്ലത്. നിങ്ങളുടെ സൗകര്യം ഏതാണോ അതുപോലെ ചെയ്യാം, ഉഷ വിനയത്തോടെ പറഞ്ഞു. അവരുടെ വിനയം ശ്രീഹരിയുടെയും അച്ഛൻ്റെയും മനസ്സ് നിറച്ചു. പെണ്ണ് കാണലിൻ്റെ ദിവസവും തീരുമാനിച്ചിട്ടാണ് ശ്രുതിയുടെ വീട്ടുകാരും മടങ്ങിയത്. അവർക്ക് നല്ല ബോധിച്ച മട്ടാണ് ഉഷേച്ചി. ഇന്നാൾ ആ കോച്ചിനെ കുറിച്ച് ദൂരെ നിന്നൊരു ആലോചന വന്നിരുന്നു. ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്. അവസാനം ചെക്കൻ വന്ന് കണ്ടപ്പോൾ പെണ്ണിന് തോളൊപ്പമുള്ള ചെക്കന്. ഫോട്ടോയിൽ പയ്യനെ നേരിട്ട് കണ്ടപ്പോൾ രാവും പകലും വ്യത്യാസവും. അത് പിന്നെ അവർ വേണ്ടെന്ന് വെച്ചു. ചുമ്മാ പെങ്കൊച്ചിൻ്റെ വേഷം കെട്ടിക്കണമെന്ന് കരുതിയിട്ടാ പെണ്ണ് കാണുന്നതിന് മുന്നേ ഇങ്ങനൊരു വരവ്. അവരങ്ങിറങ്ങിയതും ബ്രോക്കർ ഉഷയോട് പറഞ്ഞു. അരവിന്ദ, അറിയാലോ അവൻ ലീവ് കുറവാ, എല്ലാം പെട്ടെന്ന് വേണം. ഉഷ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി. ചേച്ചി ധൈര്യമായിട്ടിരിക്ക്. അരവിന്ദൻ പറഞ്ഞത് കേട്ട് തെളിഞ്ഞ മുഖത്തോടെ മകൻ്റെ കയ്യിൽ നിന്നും വാങ്ങി 500ൻ്റെ 2 നോട്ട് ഉഷ അരവിന്ദൻ്റെ പോക്കറ്റിൽ തിരികെ. വണ്ടിക്കൂലിക്ക് തിരിക്കട്ടെ. നിറഞ്ഞ മനസ്സോടെ അവർ പറയുമ്പോൾ അയാളുടെ മുഖവും തെളിഞ്ഞു. പെണ്ണ് കാണലിനെ കാണാമെന്ന് പറഞ്ഞ് ബ്രോക്കർ ഇറങ്ങിയതിന് പിന്നാലെ കൃതിയുടെ കാര്യം പറഞ്ഞ് അർജുനും മീരയും യാത്ര പറഞ്ഞിറങ്ങി. ഉഷയോട് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുന്നവളുടെ മുഖത്തൊരു തെളിച്ചവുമില്ലെന്ന് അർജുൻ ശ്രദ്ധിച്ചു. സൂക്ഷിച്ചൊക്കെ ഇരിക്കുവോ? ബൈക്കിൽ കയറും മുന്നേ അവൻ തിരക്കി. അവൾ മറുപടിയായി ഒന്ന് മൂളി. അവന് പിന്നിൽ കയറിയിരിക്കുമ്പോഴും അവൾ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. മിററിലൂടെ അവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിന്ത മറ്റെവിടെയോ ആണെങ്കിലും സാരി ശ്രദ്ധയോടെ ഒതുക്കി പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായ സന്തോഷം ഇപ്പോഴില്ലെന്ന് അവന് തോന്നി. മുട്ടിയിരുമിയുള്ള ഇരിപ്പൊന്നും ഉണ്ടായതുമില്ല. എങ്കിലും അവനൊന്നും ചോദിക്കാൻ പോയില്ല. അവളുടെ ഇരിപ്പിൽ നിന്ന് ആ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് തോന്നി അവന്. എന്നിലെ തെറ്റുകുറ്റങ്ങൾ കൂട്ടുകാരോട് പങ്കുവെക്കും മുന്നേ എന്നോടൊന്ന് തുറന്ന് പറയാമായിരുന്നു. എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാമായിരുന്നു. അതും പോട്ടെ, അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരോട് പറഞ്ഞു നടന്നത് എന്നോട് ഷെയർ ചെയ്യാമായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ എന്നെ എൻ്റെ പാടിനെ വിട്ടപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളും അതിൽ ഓക്കെയാണെന്ന്. അങ്ങനെ ഞാൻ സ്വയം വിശ്വസിച്ചു. അതെൻ്റെ തെറ്റായിരുന്നു. സോറി. ഇനിയെങ്കിലും നമുക്കിടയിലെ പ്രശ്നങ്ങൾ മൂന്നാമതൊരാൾ അറിയിക്കരുത്. പരസ്പരം തുറന്ന് സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങളില്ല. വീട്ടുമുറ്റത്തെത്തിയതും അത്രയും പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോയി. അർജുൻ അത് കേട്ട് വല്ലാതെയായി.
പിന്നാലെ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റുമായി അരുണിമ ഇറങ്ങി വരികയും ചെയ്തിരുന്നു. ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അർജുൻ തിരികെ വരുമ്പോൾ മണി 1 കഴിഞ്ഞിരുന്നു. എന്തൊക്കെയോ ബേക്കറി ഐറ്റംസാണ് അധികവും. കൃതി പോയി ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ. ബൈക്കിൻ്റെ ഒച്ച കേട്ട് ആരോടോ ഫോണിൽ സംസാരിക്കുകയായെന്ന് അരുണിമ പറഞ്ഞു. TV കണ്ടുകൊണ്ടിരിക്കുകയെന്ന് കൃതി അത് കേട്ടില്ലെന്ന് തോന്നിയപ്പോൾ അവൾക്കരികിലിരുന്ന മീര എണീറ്റ് ധൃതിയിൽ പുറത്തേക്ക് ചെന്നു. അവൻ ബൈക്ക് മുറ്റത്ത് നിർത്തി സ്റ്റാൻഡിട്ട് ഇറങ്ങുമ്പോഴേക്കും മീര അകത്തിന്ന് ഓടിയെന്ന പോലെ ഇറങ്ങി വന്നിരുന്നു. അവൻ അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കവറുകളുമായ ബൈക്കിൽ നിന്നും ഇറങ്ങുമ്പോൾ മീര വന്ന് കൈ നീട്ടി. വേണ്ട, ഇത് കുറച്ചേ ഉള്ളൂ, ഞാൻ കൊണ്ടുവന്നേക്കാം. അവൻ പതിയെ പറഞ്ഞെങ്കിലും അവൾ കുറച്ച് കവറുകൾ അവൻ്റെ കയ്യിൽ നിന്ന് ബലമായി വാങ്ങിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഞാൻ തന്നെ മോശക്കാരിയാക്കും പറഞ്ഞതല്ലടും, അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാ. അവൾക്കൊപ്പം നടക്കുന്നതിനിടയിൽ അവളുടെ ചെവിക്കരികിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ നിശ്വാസത്തിൽ കുഞ്ഞൊരു കിളിയായതുപോലെ അവൾ തലയൊന്ന് വെട്ടിച്ച് അവനെ തിരിഞ്ഞു നോക്കി. സോറി, അവൻ അവളെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്തിന് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയാനുള്ള അവസ്ഥ ഞാനുണ്ടാക്കിയിട്ടല്ലേ നിങ്ങൾ പുറത്തൊരാളോട് പോയി പറഞ്ഞത്. തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്ന് മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി എന്നിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഉണ്ടായാൽ പുറത്തുള്ളവരോട് പറയും മുന്നേ എന്നോട് പറയണം. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരല്ലേ, പ്രശ്നം നമ്മൾ തമ്മിലല്ലേ, അപ്പോൾ തുറന്ന് സംസാരിക്കേണ്ടത് നമ്മളല്ലേ. നിങ്ങൾ പോയി പുറത്തുള്ളവരോട് പറയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നമ്മളെല്ലാം മറന്ന് ഒന്നിക്കും. അപ്പോഴും നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ മറന്നാലും അവർ മറക്കില്ല. ഇന്നത്തെ മനോജിൻ്റെ സംസാരം ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. അർജുൻ പറയാനൊരു മറുപടി ഇല്ലാതെ സീറ്റ് ഔട്ടിലേക്ക് കയറി. മീര ഒരു കൈകൊണ്ട് അവനെ പിടിച്ചു നിർത്തി. അർജുൻ മുഖം ചരിച്ച് അവളെ നോക്കി. എന്നിൽ നിന്നുണ്ടായ തെറ്റുകൾക്കൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് ചെയ്തതോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. അതല്ലാതെ ഇന്നരകളിലേക്ക് തിരികെ ചെന്ന് ആ തെറ്റിനെ ശരിയാക്കി മാറ്റാനൊന്നും കഴിയില്ലല്ലോ. ഇനി അതൊന്നും ഉണ്ടാകാതെ നോക്കാൻ എനിക്ക് പറ്റൂ. ഇന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുമായി അടുക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അടുക്കാൻ മടിക്കുന്നതും അകന്നു മാറിപ്പോകുന്നതും ഇപ്പം നിങ്ങളാണ്. അപ്പം ഞാൻ ആരോടാ പരാതിപ്പെടുക? അവൻ്റെ വലത് കൈയിൽ മുറുകെ പിടിച്ച് അവൻ്റെ കണ്ണുകളിൽ നോക്കിയാണ് അവളുടെ ചോദ്യം. മീരെ, ഞാൻ അർജുന എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെയായി. ഇനി ഇതൊരു പകപോകലാണെങ്കിൽ ആയിക്കോളൂ. 2 വർഷം നിങ്ങളെ ഞാൻ വെയിച്ചേപ്പിച്ചതല്ലേ, ഇനി കുറച്ച് വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. അവനെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറ്റിപ്പോയി. ഞാനപ്പോൾ എന്നെക്കുറിച്ചും എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും മാത്രമേ ചിന്തിച്ചുള്ളൂ. തെറ്റാണ്, മാപ്പ്. 100 വട്ടം അവൾ ആവർത്തിച്ച് കഴിഞ്ഞ ക്ഷമാപണം കേട്ട് അർജുനും വല്ലാതെയായി. അത് ശരി, നിന്നോടൊന്ന് ആ സാധനങ്ങളൊക്കെ പോയി വാങ്ങാൻ പറഞ്ഞിട്ട് നീ ഇവിടുന്ന് TV കാണുവാണോ? പരസ്പരം നോക്കി നിൽക്കുമ്പോഴാണ് ഹാളിൽ അരുണിമയുടെ ശബ്ദം. അവൻ നോട്ടം പിൻവലിച്ചു. ധൃതിയിൽ അകത്തേക്ക് നടന്നു. അകത്ത് ചെന്ന് കൈയോടെ അതൊക്കെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ടവൻ വേഗം മുറിയിലേക്ക് നടന്നു. മീര അതൊക്കെയായി അരുണിമക്കൊപ്പം കിച്ചണിലേക്ക് പോയി. മീരേ, റൂമിൽ അവൻ എത്തിക്കാണില്ല. അതിനു മുന്നേ മുകളിൽ നിന്നും അർജുൻ്റെ വിളി വന്നു. അവൻ്റെ ഈ വിളി ആദ്യമായതുകൊണ്ട് മീരൊന്ന് അമ്പരന്നു. അതവിടെ വെച്ചിട്ട് ചെല്ലി മീരേ. അവളുടെ നിൽപ്പ് കണ്ട് വാങ്ങിയതൊക്കെ എടുത്തു വെക്കുന്നതിനിടയിൽ അരുണിമ പറഞ്ഞു. മീര ആലോചനയോടെ സ്റ്റെയർ കയറി റൂമിലേക്ക് നടന്നു. അവനവിടെ അവളുടെ വരവും കാത്തു നിൽപ്പുണ്ട്. അവൾ മുറിയിലെത്തിയിട്ടും അവൻ അവളെ നോക്കി നിൽപ്പാണ്. അവൻ വിടാതെ നോക്കുന്നത് കണ്ട് അവളും മുഖം ചുളിച്ചു. അവൻ്റെ മുഖത്ത് എന്തെന്ന് വേർതിരിച്ച് അറിയാൻ കഴിയാത്തൊരു ഭാവം. എന്തിനാ വിളിച്ചേ? അവൾ തിരക്കി. ആ ഡോർ ലോക്ക് ചെയ്യും. അവൻ്റെ സ്വരം തീരെ പതിഞ്ഞു പോയിരുന്നു. അവൾ തലകുലുക്കി തിരികെ ചെന്ന് ഡോർ അടക്കാൻ തുനിയുമ്പോൾ, മീരേ, ദേ നിനക്ക് ഫോണ് ഓഫീസിൽ നിന്നാണെന്ന് തോന്നുന്നു. താഴെ വെച്ചിരുന്ന മീരയുടെ ഫോൺ റിങ് ചെയ്തതും കൃതി വിളിച്ചു പറഞ്ഞു. അത് കേട്ട് പുറത്തേക്ക് പോകാതെ അവൾ അർജുനെ തിരിഞ്ഞു നോക്കി. പോയിക്കോ. അവൻ ചുണ്ടുകളൊന്ന് വിടർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും മീര തലകുലുക്കി ഫോൺ എടുക്കാനായി പോയി. അതോടെ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് ഇരുന്നു. മീര താഴെ ചെല്ലുമ്പോൾ ഓഫീസിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവൾ ഫോൺ കയ്യിലെടുത്തപ്പോഴേക്കും കട്ടായിരുന്നു. തിരികെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അടുത്ത കോള് വന്നിരുന്നു. അതവൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് സീറ്റോട്ടിലേക്ക് നടന്നു. അത് കണ്ടുകൊണ്ടാണ് അർജുൻ ഇറങ്ങി വരുന്നത്. അർജുൻ വന്ന് കൃതിക്കരികിലിരുന്ന് TV നോക്കിയിരുന്നു. ഇടയ്ക്കിടെ നോട്ടം സീറ്റോട്ടിലേക്കും പോകുന്നുണ്ട്. കൃതി TV നോക്കിയിരിപ്പാണെങ്കിലും അവൾ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. സംസാരിച്ച് തിരിച്ചു വന്ന മീരയുടെ മുഖത്ത് തെളിച്ചമൊക്കെ കേട്ടിരുന്നു. എന്തുപറ്റി? അർജുൻ തന്നെയാണ് ചോദിച്ചത്. ഓഫീസിൽ നിന്ന് ഷഫ്നയ. അവിടെ ആകെ കുഴഞ്ഞും പറഞ്ഞ് കിടക്കുക. എനിക്കാണെങ്കിൽ വേണ്ട പോലെ അങ്ങോട്ട് ശ്രദ്ധിക്കാനും പറ്റിയില്ല. അവൾ നെറ്റിയൊന്നും ഒഴിഞ്ഞു. മഹാദേവനിപ്പം നിലയുടെ ട്രീറ്റ്മെൻറ്റും നീരജയുടെ കേസൊക്കെയായി തിരക്കിലാണ്.
നീരജയെ ഒരു ദിവസം മുന്നെങ്കിലും ജയിലിൽ നിന്ന് മോചിതയാക്കണം എന്ന ചിന്തയിലാണ് മഹിയുടെ ഇപ്പോഴത്തെ ജീവിതം. അതിനിടയിൽ മീരയെ കാര്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് ഇടയ്ക്കൊക്കെ വന്ന് നോക്കിപ്പോകും എന്നല്ലാതെ പഴയ പോലെ സ്ഥിരം വരവൊന്നുമില്ല മഹിക്ക്. അതിൻ്റെ പ്രശ്നങ്ങൾ കാണാനുണ്ട്. മീര അന്നത്തെ പ്രശ്നത്തിൽ പിന്നെ ഓഫീസിലേക്ക് പോയിട്ടേ ഇല്ല. അർജുനും അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാതെ അവൾക്ക് ഒന്നിലും മനസ്സുറക്കില്ല. ഇനിയും മാറി നിന്നാൽ അച്ഛൻ പൊന്നുപോലെ കൊണ്ടുനടന്ന സ്ഥാപനങ്ങൾ ഓരോന്നായി തകർന്നേക്കാം. താനൊന്ന് അവിടെ വരെ പോയിട്ട് വാ, അവർ വരുമ്പോഴേക്ക് തിരിച്ചെത്തിയാൽ മതി. അവളുടെ ടെൻഷൻ കണ്ട് അർജുൻ പറഞ്ഞു. അച്ഛൻ? അവൾ വാടിയ മുഖത്തോട് അവനെ നോക്കി. അച്ഛനെന്ത് പറയാനാ? അവൻ നെറ്റി ചുളിച്ചു. അച്ഛൻ്റെ ദേഷ്യം മാറ്റാതെ ഓഫീസിലേക്ക് പോകാൻ അവൾക്കും ഒരു ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. അവളൊന്നും മിണ്ടാതെ ഫോണുമായി കിച്ചണിലേക്ക് നടക്കുന്നത് കണ്ട് അർജുൻ ഫോണിൽ മഹിയുടെ നമ്പർ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി.